ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലോക്ക്ഡൗണിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഈ ബിരിയാണി റെസിപ്പിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാനോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 6 ഏലക്കായ, 5 മുതൽ 6 ഗ്രാമ്പു കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 ഒനിയൻ വളരെ തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു ടൊമാറ്റോ എടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ 2 ടൊമാറ്റോ എടുക്കുക. അതും കൂടെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുട്ടിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന കടലയാണ് ആവശ്യം. തലേ ദിവസം കുതിർത്തിടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശരിക്കും നമ്മൾ എരിവിന് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ റൈസിലേക്കും കൂടെ ഉള്ള ഒരു ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി അരി നന്നായിട്ട് കഴുകി വെള്ളം നല്ലതായിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ബിരിയാണി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2.5 കപ്പ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ആക്കി വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസും ഈ ഒരു കടലയും നമ്മൾ ഒരുമിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും ഈ കടല ഇതിൻ്റെ കൂടെ വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു പേടിയും പേടിക്കേണ്ട, നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടല നന്നായിട്ട് കുതിർന്നതാ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം കേട്ടോ. അങ്ങനെയുള്ള കടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പഠിച്ചിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് കൂടുതൽ പേർക്ക് വെച്ചിട്ടുള്ള ബിരിയാണി ഇതാണ്. പഠിക്കുന്ന സമയത്ത് കോളേജിൽ 100ഓളം പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ബിരിയാണിയായിരുന്നു ഇത്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ കോളേജിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഹോസ്റ്റലിലുള്ളവരും ഒക്കെ കൂടെ കഴിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ കടല ചേർത്ത് വേവിക്കുന്ന ഈ ബിരിയാണിക്ക് അതിന് മാത്രം ടേസ്റ്റ് ഉണ്ടോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ലഞ്ചിനായിരുന്നാലും ഡിന്നറിനായിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും വരെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു റൈസിന് മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ വെള്ളം വേണ്ടത്. ഇപ്പോൾ റൈസ് ഇങ്ങനെ കാണുന്നുമുണ്ട്, എന്നാൽ റൈസിനിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുമുണ്ട് വെള്ളം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുന്നുണ്ട്. കണ്ടോ, ആ ഒരു റൈസും കടലയും അതുപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ കൂടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ഒരു അരിയുടെ ലെവലിൽ ആയിരിക്കണം വെള്ളം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഇതിൻ്റെ ഫുള്ള് ആവി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പാടുള്ളൂ. ആ സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു വേവിലായിരിക്കും ഇത് കിട്ടുക. ആ ഒരു കടലയായിരുന്നാലും ആ ഒരു റൈസ് ആയിരുന്നാലും നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് എവിടെയും ഒട്ടിപ്പിടിക്കാണ്ട് വിട്ട് വിട്ട് കിട്ടുന്ന പരുവത്തിൽ തന്നെ നമുക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് 5 മിനിറ്റ് നമ്മൾ വെച്ച് ഇതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറക്കാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല കറക്റ്റിൽ നല്ലതായിട്ട് ആ ഒരു റൈസൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ വെക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴേ എൻ്റെ ഉമ്മ വെച്ച് കണ്ടിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് ബീഫോ ചിക്കനോ മട്ടനോ ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പം മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ റൈസ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കടലയും കൂടെ കൂട്ടി കഴിക്കുന്നത് കാരണം തന്നെ നമുക്കിതിന് വേറെ ഒന്നും സൈഡായിട്ട് വേണമെന്നില്ല. ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു തൈര് പപ്പടം ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ റൈസ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത് അല്പം തൈരും പിന്നെ അതുപോലെ തന്നെ പാവയ്ക്ക അച്ചാറുമാണ്. പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു അച്ചാറും കൂടെയാണ് കേട്ടോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ഇനി ഡേറ്റ്സ് പിക്കിൾ ഉണ്ടെങ്കിൽ അതോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് നാരങ്ങ അച്ചാർ അങ്ങനെ ഏത് അച്ചാറായിരുന്നാലും കുഴപ്പമില്ല. ഏതായിരുന്നാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത്രേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.